കാര്യമുണ്ട്. ഇവർ മിനിറ്റുകൾക്കുള്ളിൽ സ്ഥാനാർത്ഥികൾ പ്രഖ്യാപിച്ചു. ആരൊക്കെയാ പ്രഖ്യാപിച്ച്? ഒന്ന് ഫസൽ വധക്കേസിലെ പ്രതിയെ, രണ്ട് പെരിയ കൊലവിളി കേസിലെ പ്രതിയെ, രക്തസാക്ഷി ഫണ്ട് തട്ടിയെടുത്ത MLA, അതുപോലെ പ്രവാസി വ്യവസായിയുടെ മരണത്തിന് കാരണക്കാരനായിട്ടുള്ള ആള്, അതുപോലെ ജെട്ടി കെട്ടവനെ വരെ സ്ഥാനാർത്ഥിയാക്കാൻ നോക്കുകയാണ്. വസീഫ് ചോദിക്കുക കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ആരാന്ന്. ഞങ്ങളുടെ സ്ഥാനാർത്ഥി നിങ്ങളുടെ മുൻ MLA ഐഷ പോറ്റി. നിങ്ങളുടെ സ്ഥാനാർത്ഥി ആരാ? ഉമ്മൻചാണ്ടിക്കെതിരെ സരിതയുടെ കത്തിന്റെ നീളം കൂട്ടി വലിയ ഗതാഗത കുരുക്ക് സൃഷ്ടിച്ച് ഭാര്യയോട് രാത്രി വിളിച്ച് മാപ്പ് പറഞ്ഞ് ഇപ്പോഴും മന്ത്രിസ്ഥാനത്ത് തുടരുന്ന ഗണേശൻ. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവും. ഇപ്പൊ ഞങ്ങളുടെ സ്ഥാനാർത്ഥികളുടെ മെറിറ്റ് ഇളക്കാൻ നിങ്ങളായിട്ടില്ല. അടുത്ത രാഷ്ട്രീയ വിഷയങ്ങൾ പറയാൻ കോൺഗ്രസിന് നേരമില്ലല്ലോ എന്നാണ് സജീവൻ സാർ പറയുന്നത്. ഞങ്ങൾ രാഷ്ട്രീയ വിഷയങ്ങൾ പറഞ്ഞു തന്നെയാണ് പഞ്ചായത്ത് ഇലക്ഷനും പാർലമെന്റ് ഇലക്ഷനും ഉപതെരഞ്ഞെടുപ്പും ഒക്കെ ജയിച്ചത്. വേണ്ടി നിങ്ങളല്ലല്ലോ പറഞ്ഞത്. സംസ്ഥാനം ഭരിക്കുന്ന സർക്കാർ രൂക്ഷമായിട്ടുള്ള വിലക്കയറ്റത്തിൽ മനുഷ്യർ നട്ടം തിരിയുമ്പോൾ കറണ്ട് ചാർജും വെള്ളക്കരവും കൂട്ടി ഭൂനികുതി കെട്ടിട നികുതിയൊക്കെ കൂട്ടി ആളുകളെ കൊള്ളയടിക്കുമ്പോൾ സർക്കാരല്ല ഇത് കൊള്ളക്കാരാണെന്നുള്ള മുദ്രാവാക്യം ഉയർത്തി ഞങ്ങൾ സമരം ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ വിജയിച്ചത്. ഏതൊക്കെ വഴിയില എന്നെ തോപ്പിക്കാൻ പറ്റുക നോക്കി നടക്കല്ലടാ. കോൺഗ്രസിലെ വൃദ്ധ നേതൃത്വത്തെ തെരയാൻ പോകുന്ന സജീവൻ സാറിനോടൊക്കെ എനിക്ക് പറയാനുള്ളത് 80 കഴിഞ്ഞ പിണറായി വിജയന് ടേം വ്യവസ്ഥയില്ല, പ്രായ വ്യവസ്ഥ ഒന്നുമില്ലാതെ മത്സരിക്കാൻ അവസരം കൊടുക്കുന്ന CPM-ന്റെ വൃദ്ധ നേതൃത്വം കാണാതെ ഇന്ന് കേരളത്തിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ ഏറ്റവും പ്രായം കൂടിയ ആള് പിണറായി വിജയനാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എനിക്ക് നാണമില്ല കുഞ്ഞപ്പ, നാണം എന്ന് പറഞ്ഞ ഉൾപ്പ്. അങ്ങനെയുള്ള ആളുകളെ കാണാതെ ഇപ്പുറത്ത് പ്രതിപക്ഷം 10 വർഷമായിട്ട് പ്രതിപക്ഷത്തിരിക്കുന്ന ആളുകളിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് കണ്ടെത്താൻ നോക്കുക. നീ വെള്ളം കുടിക്കാതെ ചാവടാ ദുഷ്ട. കോൺഗ്രസ് ജയിക്കുന്നത് ആ വയനാട്ടിലെ ദുരന്തബാധിതരെ കാണിച്ച് പണം പിരിച്ച് മുക്കിയ കോൺഗ്രസ് അല്ലേ? എടാ ഈനാശു, എനിക്ക് നിന്നെ പറ്റി ഭയങ്കര പ്രതീക്ഷകളായി. ഈ രക്തസാക്ഷി ഫണ്ട് കട്ടെടുത്തവന് സ്ഥാനാർത്ഥിത്വം കൊടുക്കുന്നതിനേക്കാൾ വലിയ നാണക്കേടുണ്ടോ? സ്വന്തം രക്തസാക്ഷിയുടെ ഫണ്ട് കട്ടെടുത്തതിനേക്കാൾ അവസ്ഥയുണ്ടോ? ഒരാണും പെണ്ണ് സംസാരിക്കുന്നതിനിടയ്ക്ക് ഡോയ് കൂയിന്നൊന്നും ഒച്ചുണ്ടാക്കരുത്. ബോസ് കണ്ടിന്യൂ. താങ്ക് യു. രക്തസാക്ഷി ഫണ്ട് കട്ടെടുത്തവന് സ്ഥാനാർത്ഥിത്വം കൊടുത്തതിന്റെ പേരിൽ വിജയൻ ചേട്ടാ കുന്തിരിക്ക് എനിക്ക് ഇഷ്ടമാണ് എന്ന് വെച്ചാൽ അതിന്റെ മൂട്ടിലിട്ട് പോയിക്കരുത്.